ഹായ് കൂട്ടുകാരെ, ബിരിയാണി റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ചിക്കൻ കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഉരുളി ഇപ്പോൾ ഇവിടെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അളവ്. വറ്റൽമുളകിൻ്റെ അളവും കറിവേപ്പിലയുടെയൊക്കെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും വറ്റൽമുളകും കടുകൊക്കെ നന്നായി പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 വലിയ സവാളയും 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയുടെ കൂടെ തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് സവാള നന്നായിട്ട് വഴണ്ട് വരും. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് 5 മിനിറ്റോളം ചെറു തീയിൽ വേവിച്ചെടുക്കാം. കാരണം സവാള നന്നായി വഴണ്ട് വരണം. സവാള എത്രത്തോളം വഴണ്ട് വരുന്നോ അത്രയും ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ നന്നായിട്ട് സവാള മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്ത് വീണ്ടും അതുപോലെ തന്നെ 5 മിനിറ്റ് ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ പാത്രത്തിൻ്റെ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ അതുപോലെ വാർന്നു വരും. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടെ തന്നെ 3 ടീസ്പൂൺ മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ്, അതുപോലെ കുറയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, വറുത്ത് പൊടിച്ച ഉലുവയാണ്, ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്. കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, തക്കോല ഇവ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ചെറു തീയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. സവാള ആദ്യം ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇപ്പോഴായാലും ചേർത്ത് കൊടുക്കുക, അതൊന്നും ഒരു കുഴപ്പമില്ല. 1 കുടം വെളുത്തുള്ളിയും ഒരു വലിയൊരു സൈസ് ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ 3 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ട് പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് ചെറു തീയിൽ വേവിച്ചെടുക്കണം. ഒരുപാട് തീയൊന്നും കൂട്ടിയിടല്, കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറു തീയിൽ വേവിച്ചെടുക്കുക എന്ന്. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വെന്ത് നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കല്ലേ. ഇപ്പോൾ
ആ മസാലയിലൊക്കെ നന്നായിട്ടൊന്ന് ചിക്കൻ പുരണ്ട് നന്നായിട്ട് പിടിക്കണം ചിക്കൻ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിക്കനും ആ മസാലയൊന്നും നന്നായിട്ട് പിടിച്ചു വരില്ല. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പകുതി ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ചൂടുവെള്ളം മാത്രമേ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതുപോലെ തന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അടച്ച് വെച്ച് വേവിക്കുമ്പോഴേ ആ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. കാരണം ആവിയിലൊക്കെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് അടച്ച് വെച്ച് വേവിക്കുന്നത്. ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് കസൂരി മേത്തിയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കയൊക്കെ ഓപ്ഷണലാണ്. ഏലക്ക ഇട്ടുമ്പോൾ നല്ലൊരു മണം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ചിക്കൻ്റെ പരുവം. ഇതാണ് ചിക്കൻ കറി വെന്തു എന്നുള്ളതിനുള്ള പരുവം. കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ. എന്നാൽ അധികം ഡ്രൈയോ അല്ല, ചെറുതായിട്ട് ചാറൊക്കെ ഉണ്ട്. ഇനി നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഞാനിവിടെ മരിച്ചീനിയുടെ കൂടെയാണ് കഴിക്കുന്നത്. മരിച്ചീനിയുടെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. പക്ഷേ ഏറ്റവും കൂടുതലും കഴിക്കാൻ ടേസ്റ്റ് നമ്മൾ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന റൈസ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ കഴിക്കാനാണ് ബെസ്റ്റ്. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പഴയതുപോലെ തന്നെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.